ഇന്ന് എന്തായാലും എനിക്ക് കണ്ണേട്ടനോടുള്ള പ്രണയം തുറന്ന് പറഞ്ഞേ പറ്റൂ. കുറേ നാളായിട്ട് കരുതുകയാണ് പറയണമെന്ന്. പക്ഷേ ഇതുവരെ അതിന് പറ്റിയിട്ടില്ല. ഇനി എനിക്ക് ഈ ഭാരം കൊണ്ട് നടക്കാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും ഒന്ന് പറയുക? എന്തെന്നായിരിക്കും കണ്ണേട്ടനോടൊന്ന് പറയുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കരമായിട്ടുള്ള ആലോചനയിലാണ്. എങ്ങനെ ഗോവിന്ദനോട് പ്രണയം തുറന്നു പറയും എന്നുള്ളതാണ് കാര്യം. പക്ഷേ നമ്മുടെ ഗോവിന്ദാണെങ്കിലുണ്ടല്ലോ, ഗോവിന്ദും അതേ അവസ്ഥയിലാണ്. എങ്ങനെ ഗീതുവിനോട് പ്രണയം തുറന്നു പറയും എന്നൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരനും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ക്ഷേത്രത്തിൽ എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര ദൈവമേ, എങ്ങനെയെങ്കിലും ഗീതുവിനോട് എൻ്റെ മനസ്സിലുള്ള പ്രണയം ഒന്ന് തുറന്നു പറയാൻ പറ്റണേ. ഇത് എത്രയോ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഭഗവാനെ, ഇപ്പോഴെങ്കിലും ഒന്ന് സാധിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ ഗീതു ആണെങ്കിൽ ഗീതുവിൻ്റെ റൂമിലാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഫോണും എടുത്ത് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയാണ്, ഓ കണ്ണേട്ടനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കണോ? വേണ്ട. വിളിക്കുവാണെങ്കിൽ കണ്ണേട്ടൻ വിചാരിക്കും എൻ്റെ കലിപ്പ് ഇത്രയ്ക്കേ ഉള്ളെന്ന്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ വീണ്ടും കുടി തുടങ്ങും. അങ്ങനെ കുടിക്കാനുള്ള ഒരു അവസരവും ഞാൻ കൊടുക്കില്ല കണ്ണേട്ടന്. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഇത് എന്നിട്ട് വിചാരിക്കണം, പെട്ടെന്ന് ഞാൻ ചെന്നങ്ങ് കീഴടങ്ങിയ എൻ്റെ ദേഷ്യത്തിനൊക്കെ ഇത്ര ആയുസേ ഉള്ളെന്ന് കണ്ണേട്ടൻ വിലയിരുത്തും. അത് വേണ്ട, എന്തായാലും കുറച്ച് ഗൗരവമാവാം എന്നിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഗീതു എന്നിട്ട് ഗീതു ഗോവിന്ദനോട് പറയണം, ഹലോ, ക്ഷേത്ര ദർശനം കഴിഞ്ഞെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങ് പോരെ, മര്യാദയ്ക്ക് വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഗീതു പറയുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലുണ്ടല്ലോ ഈ വോയിസ് മെസ്സേജ് എടുത്ത് കേൾക്കുമ്പോൾ പിന്നെ ഇതീ പറയില്ല, ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്ന് വോയിസ് മെസ്സേജ് കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അയ്യപ്പൻ ചോദിക്കുകയാണ്, അല്ല കുഞ്ഞേ, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാനും കൂടി വരട്ടെ, ഞാനും കൂടി ഉരുണ്ടുരുണ്ട് കൂടെ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ കൂടെ ചെല്ലുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, അതെ ഗീതുവിൻ്റെ മെസ്സേജ് വന്നു, അത് ഞാൻ കേട്ടതാണ്. എന്താ കുഞ്ഞേ, ഞാനും കൂടി കേൾക്കട്ടെ? നിങ്ങളിപ്പോൾ കേൾക്കണ്ട, അവൾ അയച്ച മെസ്സേജ് ഞാൻ കേട്ടോളാം, അപ്പോൾ നിങ്ങൾ കേൾക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുകയാണ്, ഞാനേ ഗീതുവിനൊരു വോയിസ് മെസ്സേജ് അയക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. തിരിച്ച് ഗോവിന്ദ് വോയിസ് മെസ്സേജ് അയക്കണം, എൻ്റെ ഗീതു പൊക്കളയില്ല കേട്ടോ, ഓഫീസിൽ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഗീതു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗീതു പൊക്കളയരുത് കേട്ടോ, ഞാനും കൂടി പെട്ടെന്ന് വരാം, ഞാൻ വന്നതിന് ശേഷമേ പോകാവുള്ളേ ഗീതു, പ്ലീസ് ഗീതു എന്നിങ്ങനെ അയക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. അപ്പോൾ തന്നെ ഗീതു മറുപടി കൊടുക്കുകയാണ്, നോക്കാം, പക്ഷേ എന്നെ പോസ്റ്റാക്കി കളയരുത്, പെട്ടെന്ന് എത്തണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് തിരിച്ച് വോയിസ് മെസ്സേജ് അയക്കണം, അതേ ഗീതു, പെട്ടെന്ന് വരാം ഗീതു, എത്തിരി താമസിച്ചാലും നീ എന്നെയും കൂടി കാത്തു നിൽക്കണേ, അതിനുശേഷം പോവാവോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അയ്യപ്പൻ ഇതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അയ്യപ്പൻ ചോദിക്കണം, എന്താ കുഞ്ഞേ ഇത്, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് വീട്ടിൽ ചെന്നിട്ട് നേരിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ വോയിസ് മെസ്സേജ് ഇട്ട് കളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, ജനറേഷൻ ഗ്യാപ്പ്, നിങ്ങൾക്ക് വല്ലതും അറിയോ മനുഷ്യ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വല്ലതും അറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ ഉടനെ ഇങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, എൻ്റെ മനുഷ്യ, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? ഇതൊക്കെ കല്യാണം കഴിഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഈ പ്രണയവും മണ്ണാങ്കട്ടയൊക്കെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണം, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞെങ്കിലേ ഞാനും കുഞ്ഞുമൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ, അതെന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? അതേ കുഞ്ഞെ, ഞാനും കുഞ്ഞുമൊക്കെ ബ്രഹ്മചാരിയല്ലേ, പിന്നെ അഖിലേന്ത്യാ ബ്രഹ്മചാരി അസോസിയേഷൻ്റെ പ്രസിഡന്റ് കുഞ്ഞും സെക്രട്ടറി മാത്രമല്ലേ ഞാൻ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, എന്നാലേ ഞാൻ ആ പ്രസിഡന്റ് സ്ഥാനം ഇന്ന് രാജിവെച്ചു. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണം, എൻ്റെ കുഞ്ഞ് എത്ര രാജിവെച്ചാലും കുഞ്ഞിനെ കൊണ്ട് അത് രാജിവെക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിൽ ചിലപ്പോൾ ആഗ്രഹം കാണും രാജിവെക്കണമെന്ന്, പക്ഷെ അതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, നടക്കും, ഞാൻ നടത്തി കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കിക്കോ മനുഷ്യ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഉണ്ടല്ലോ, ഗീതു ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഗോവിന്ദനോട് ഇനി എങ്ങനെയാണ് പ്രണയം തുറന്നു പറയുക, ഇനി എന്താ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ നേരെ ഫോൺ എടുത്ത് വെച്ചിട്ട്, ഇത് എങ്ങനെയാണ് ഞാൻ ഇനി ഇവളുടെ അടുത്ത് ഏത് രീതിയിലാണ് ഇനി പ്രണയം പറയേണ്ടത്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് അയ്യപ്പൻ പറയണേ, എൻ്റെ കുഞ്ഞെ, നിങ്ങൾ
നിങ്ങൾ നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കാതെ നേരെ വീട്ടിൽ ചെന്നിട്ട് നേരിട്ട് പറ കുഞ്ഞെ, അയ്യപ്പൻ ഒരു രക്ഷയില്ല, നേരിട്ട് എന്നെ പറയിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഇതേ മനുഷ്യ നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വിശക്കുന്നു. അയ്യപ്പൻ പറയാം കേട്ടോ, എനിക്ക് വിശക്കുന്നു, ഇനി എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കുഞ്ഞൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് വണ്ടി എടുത്തേ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. ഓ മനുഷ്യ, നിങ്ങളുടെ ഒരു വിശപ്പ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് ഏതെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക, തട്ടുകടയൊക്കെ ഉണ്ടല്ലോ. ഞാനേ ആ നേരത്തെ ഈ വണ്ടിയിൽ ഇത്തിരി ഒറ്റയ്ക്കിരിക്കട്ടെ. ഒറ്റയ്ക്ക് എന്തിനാ ഇരിക്കുന്ന കുഞ്ഞിന് എന്താ പറ്റിയേ? അല്ല, എനിക്കൊന്നും പറ്റിയിട്ടൊന്നും അല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്നിട്ടേ എനിക്ക് ഗീതുവിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓർത്ത് വയ്ക്കട്ടെ, എന്നിട്ടേ ഞാനെല്ലാം ഒരു ഓഡിയാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കട്ടെ, വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കട്ടെ എന്ന് പുള്ളി പറയണം. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണേ, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ കുഞ്ഞെ, ഞാനും കൂടെ ഇരിക്കാം എന്ന് പറയണം. അപ്പോൾ അയ്യപ്പനോട് ഗോവിന്ദ് ചോദിക്കണേ, നിങ്ങൾ എന്തിനാ മനുഷ്യ കൂടെ ഇരിക്കുന്നത്, നിങ്ങൾ പോയേ. അപ്പോൾ ഉടനെ പറഞ്ഞു, അല്ല കുഞ്ഞെ, വെറുതെ ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാം, അങ്ങനെ ഇപ്പം നിങ്ങളുടെ കമ്പനിയൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ പോയേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറയണം, കുഞ്ഞപ്പോൾ വോയിസ് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അടുത്ത് വേണ്ട, അപ്പോൾ കുഞ്ഞിന് കൂട്ടൊന്നും ആവശ്യമില്ലേ? എനിക്കോ ഒരു കൂട്ടും ആവശ്യമില്ല, നിങ്ങളൊന്ന് പോയാൽ മതി. അങ്ങനെ അയ്യപ്പൻ പറയണം, ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ മനസ്സോടെ കൂടി പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു ആണെങ്കിൽ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ആകെ അസ്വസ്ഥയായിട്ടിരിക്കുകയാണ്. എങ്ങനെ കണ്ണേട്ടനോട് പ്രണയം തുറന്ന് പറയും എന്നൊക്കെ ചിന്തിക്കുകയാണ് പുള്ളിക്കാരത്തി. അതിനുശേഷം ഗീതു ഒരു ഉത്തരം കണ്ടെത്തുകയാണ്. ഇനിയിപ്പോൾ ഈ പ്രണയം പറയാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്, ആ പഴയ രീതി തന്നെ കണ്ടെടുക്കാം. ആ ഒരു പഴഞ്ചൻ രീതി ഉണ്ടല്ലോ, അക്ഷരങ്ങൾ വഴി പ്രണയം തുറന്നു പറയുന്ന ഒരു രീതി, അത് തന്നെ ആവട്ടെ. അതാവുമ്പോൾ ഒരു തീവ്രത ഉണ്ടാവും. എന്തായാലും എൻ്റെ മനസ്സിൽ കണ്ണേട്ടനോടുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള പ്രണയം അതുപോലെ കണ്ണേട്ടനിലേക്ക് എത്തിക്കണം. അതിന് എന്തായാലും എഴുത്ത് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആയുധം എന്നിങ്ങനെ നമ്മുടെ ഗീത തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗീത വന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, പക്ഷേ എന്തായാലും ശരി തന്നെ, ഇനിയിപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്താലും ശരി തന്നെ, ഞാൻ ഇത് കണ്ണേട്ടനെ ഇന്ന് തന്നെ അറിയിക്കും എന്ന് ഗീത തീരുമാനിക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ വിജയമാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അതായത് അനാർക്കലി ഗോവിന്ദിനെ വിളിച്ച സംഭവം ഗോവിന്ദിനെ അറിയിക്കാൻ പറ്റാത്തതിലുള്ള ടെൻഷനിലാണ് നമ്മുടെ അനാർക്കലി. അങ്ങനെ നമ്മുടെ രഞ്ജുവിനെ വിളിക്കുകയാണ്. രഞ്ജുവിനെ വിളിക്കുമ്പോഴത്തേക്ക് രഞ്ജു ചോദിക്കണേ, എന്താ അമ്മ എന്തിനാ വിളിച്ചത് എന്നിങ്ങനെ തിരക്കുമ്പോൾ പറയാണ്, മോളെ പെട്ടെന്ന് എനിക്ക് ഗോവിന്ദിനെ ഒന്ന് വിളിക്കണം, ഞാൻ അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഫോൺ കൊണ്ടുവന്ന് നീ ഗോവിന്ദിൻ്റെ കൊടുക്ക്, പക്ഷേ ഗീതു കാണരുത് കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ രഞ്ജു പറയണം, അയ്യോ അമ്മേ അത് പറ്റില്ല അമ്മേ. എന്താ പറ്റിയത്? എൻ്റെ അമ്മേ, അതിന് ഗോവിന്ദേട്ടൻ ഇവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഗോവിന്ദേട്ടൻ വരുള്ളൂ. ഓ അങ്ങനെയോ, എന്നാൽ മോള് വരുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കുമോ ഫോൺ വിളിച്ചിട്ട്? ഞാനെന്തിനാ അമ്മയെ കൊടുക്കുന്നത്? ഗോവിന്ദേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഗീതുവിനോട് പറഞ്ഞാൽ പോരെ? ഗീതു പറയില്ലേ ഗോവിന്ദേട്ടനോട്? അപ്പോൾ ഉടനെ നമ്മുടെ വിജയലക്ഷ്മി പറയണ, അത് പറ്റില്ല മോളെ, എനിക്ക് പേഴ്സണലായിട്ടാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയോട് പറയണം, അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യും, ഗോവിന്ദേട്ടനെ ചെമ്പകശ്ശേരിയിലേക്ക് വിളിക്ക്, അവിടെ വെച്ച് സംസാരിക്കാമല്ലോ അമ്മേ. അപ്പോൾ ഉടനെ നമ്മുടെ വിജയം പറയണം, അത് മോളെ അത് പറ്റില്ല, അവൻ അങ്ങോട്ടൊന്നും വരില്ല, നിനക്കറിഞ്ഞൂടെ അവൻ്റെ സ്വഭാവം? അമ്മ അത് വിളിച്ചിട്ട് ഗീതുവിനോട് പറ. പിന്നെ ഗോവിന്ദേട്ടൻ എത്ര പറഞ്ഞ കേൾക്കാത്ത കാര്യമാണെങ്കിലും എത്ര ഗോവിന്ദേട്ടൻ അനുസരിക്കാത്ത കാര്യമാണെങ്കിലും ഗീതു പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ അനുസരിക്കും. ഒരു തഞ്ചത്തിനും താളത്തിനും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഗീതുവിനെ കൊണ്ട് പറ്റും. ആദ്യം ചിലപ്പോൾ എതിർക്കുമായിരിക്കും, പക്ഷെ പിന്നീട് ഗീതു വിചാരിക്കുന്നതൊക്കെ കാര്യങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് അമ്മ ഗീതുവിനോട് തന്നെ പറ. അത് പറ്റില്ല മോളെ, അത് പിന്നെ ഗീതുവിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്, ഗീതു അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രഞ്ജു പറയണേ, അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യും, അമ്മ ഇങ്ങോട്ട് പോര്, ഇവിടെ വെച്ച് അമ്മയ്ക്ക് ഗോവിന്ദേട്ടനോട് സംസാരിക്കാമല്ലോ. അയ്യോ ഞാൻ അങ്ങോട്ട് വരേ? അതൊന്നും നടക്കില്ല. എന്താ നടക്കാത്തത്? എൻ്റെ മോളെ, ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ അവൾക്ക് രാധികയ്ക്ക് ഇഷ്ടാവില്ല ഞാൻ അവളുടെ വീട്ടിലേക്ക് വരുന്നത്. അതിനത് രാധികാമ്മയുടെ വീടൊന്നും അല്ലല്ലോ, ഇത് ഗോവിന്ദേട്ടൻ്റെ വീടല്ലേ, ഇവിടെ വരുന്നതിന് രാധികാമ്മയുടെ ഇഷ്ടം എന്തിനാ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ വിജയലക്ഷ്മി പറയണം, അതങ്ങനെ അല്ല മോളെ, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും, വരുണിനും രാധികയ്ക്കൊന്നും അതൊട്ടും ഇഷ്ടമാവില്ല,
എൻ്റെ അമ്മേ, അവരെയൊക്കെ ഒരു നോട്ടം കൊണ്ട് നിർത്താനേ ഇപ്പം ഗീതുവിനറിയാം. പണ്ടത്തെ കണക്കൊന്നുമല്ല, അവർക്കൊക്കെ ഗീതുവിനെ ഇപ്പം നല്ല പേടിയാണ്. പിന്നെ ഗോവിന്ദേട്ടൻ്റെ കാര്യമാണെങ്കിൽ ഗോവിന്ദേട്ടൻ ഗീതു പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഗീതുവിനെ അറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അതുകൊണ്ടേ അമ്മ ഇങ്ങോട്ട് പോര് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി പറയാണ്, മോളെ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് മോളെ. ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ രാധികയ്ക്ക് നീ എൻ്റെ മോളാണെന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല. എൻ്റെ അമ്മ ഇത് ആരെയായി പേടിക്കുന്നത്? അമ്മേ, അവർക്കൊക്കെ അറിയാം ഞാൻ അമ്മയുടെ മോളാണെന്ന്. ഉടനെ ഞെട്ടിപ്പോവാട്ടോ നമ്മുടെ വിജയലക്ഷ്മി. എന്താ നീ പറഞ്ഞത് മോളെ? അത് ആപത്താണ് മോളെ. ഒരാപത്തും ഇല്ല അമ്മേ. അതൊക്കെ എന്നെ അറിയാമെന്നുള്ള കാര്യം അറിയാമോ അമ്മയ്ക്ക്? ഇപ്പോഴേ ഗീതുവിനെ ഭയങ്കര പേടിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നെങ്കിലും എനിക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ അമ്മയ്ക്കും മോനും പറ്റില്ല. അതായത് നമ്മുടെ രാധികയ്ക്കും വരുണിനും പറ്റില്ലെന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് അറിയാമോ? ഗോവിന്ദേട്ടനും ഗീതും എൻ്റെ അടുത്ത് കട്ടയ്ക്കാ നിൽക്കുന്നത്. അവരങ്ങനെ എന്നെ ഇങ്ങനെ കട്ടയ്ക്ക് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മേ? അഥവാ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം അവരുടെ നേർക്ക് തന്നെ വരുന്ന അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അമ്മ സമാധാനമായിട്ടിരിക്കുക, എനിക്കൊരു കുഴപ്പം വരില്ല, ഞാൻ ഇവിടെ സേഫാ അമ്മേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ വിജയലക്ഷ്മി പറയണം, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഗോവിന്ദനോട് സംസാരിക്കാനാണ്? അവിടെ എല്ലാവരും ഇല്ലേ? എനിക്ക് തികച്ചും പേഴ്സണലായിട്ടാണ് സംസാരിക്കേണ്ടത്. അമ്മ ഒന്ന് സമാധാനപ്പെടുക. അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാലേ അമ്മയ്ക്ക് ഗോവിന്ദനോട് മാറി നിന്ന് സംസാരിക്കാനുള്ള സൗകര്യമൊക്കെ ഗീതു ഉണ്ടാക്കി തന്നേക്കും. അതുകൊണ്ട് അമ്മ ഒട്ടും ആശങ്കപ്പെടണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ വിജയലക്ഷ്മി പറയാണ്, അത് മോളെ ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ നീ എനിക്കൊപ്പം വരണം. അതെന്തിനാ അമ്മ അങ്ങനെ ഞാൻ അമ്മയ്ക്കൊപ്പം വരുന്നത്? നീ എനിക്കൊപ്പം വന്നേ പറ്റൂ. എനിക്ക് നീ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. നിന്നെ അപായപ്പെടുത്താനായിട്ട് അവൾ രാധിക ശ്രമിക്കും. ഇല്ലമ്മേ, കാരണം അവർക്ക് നന്നായിട്ടറിയാം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഗോവിന്ദേട്ടൻ വെറുതെ ഇരിക്കില്ലെന്ന്, പിന്നെ ഗീതുവും അടങ്ങിയിരിക്കില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ആ കുറ്റം അവരുടെ നേർക്ക് തന്നെ വരുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ മറ്റെവിടെ നിൽക്കുന്നതിനേക്കാളും സേഫ് ഇവിടെ നിൽക്കുന്നതാണ് എന്ന് പറയണേ. എന്തായാലും അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. ഗോവിന്ദേട്ടൻ എന്തായാലും പെട്ടെന്ന് വരും, കുറേ നേരമായി പോയിട്ട് എന്ന് പറയണം. അപ്പോൾ ഉടനെ വിജയലക്ഷ്മി പറയണം, എന്നാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ രഞ്ജു അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. നടന്നങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ പ്രിയമോളും അതുപോലെ തന്നെ നമ്മുടെ രേഖയും കൂടി നടന്നു വരികയാണ്, പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജു അടുത്തേക്ക് ചെല്ലുകയാണ്. രഞ്ജുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രിയമോളുടെ മുഖമൊക്കെ അങ്ങ് മാറി മത്തങ്ങ പോലെ ആവുകയാണ് നമ്മുടെ പ്രിയമോളുടെ മുഖം. അങ്ങനെ നമ്മുടെ രഞ്ജു അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോവുക എന്ന് ചോദിക്കുമ്പോൾ രേഖ പറയണേ, ഞങ്ങൾ അമ്മയെ കാണാനായിട്ട്, അതായത് ഗീതുവിൻ്റെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ രഞ്ജു പറയണേ, എന്നാലൊരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യോ, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പ്രിയമോൾ ഇടയ്ക്ക് കയറി പറയണേ, വേണ്ട, നീ ഇപ്പോൾ എന്തിനാ ഞങ്ങളുടെ കൂടെ വരുന്നത്? ഞങ്ങളെ നാത്തൂനും കൂടി പോകുന്നതാ, അങ്ങനെ ബന്ധമില്ലാത്തവരാരും ഞങ്ങൾക്കൊപ്പം വരണ്ട എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ രഞ്ജുവിന് വിഷമാവുകയാണ്. അപ്പോൾ രഞ്ജു ഇങ്ങനെ നമ്മുടെ രേഖയെ നോക്കിയിട്ട് ഞാനും കൂടി വരട്ടെ പ്ലീസ് എന്ന് പറയണം. അപ്പോൾ ഉടനെ രേഖ പറയണം, വേണ്ട മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി കഴിയുമ്പോൾ ഗീതു വരും, നീ ഗീതുവിനൊപ്പം വന്നേരെ എന്ന് പറയണം. അപ്പോഴത്തേക്കും പ്രിയ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇങ്ങനെ രഞ്ജി വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് രേഖ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറയണം, മോള് വിഷമിക്കാതിരിക്കുക, അവളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, നമുക്ക് അവളെ പറഞ്ഞ് തിരുത്താം, കുഴപ്പമില്ല, ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, എന്തായാലും ഗീതുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഗീതു മോളെ കൊണ്ടുവരും എന്നിങ്ങനെ പറഞ്ഞിട്ട് രേഖ പ്രിയയ്ക്കൊപ്പം പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് നമ്മുടെ രഞ്ജു ആലോചിക്കുകയാണ്, ഇത്രയും നാൾ ഞാൻ കരുതിയത് എനിക്കിവിടുത്തെ ശത്രു എന്ന് പറയുന്നത് രാധികാമ്മയാണെന്നാണ്. വരുണും രാധികാമ്മയാണ് എൻ്റെ ശത്രു എന്ന് പറഞ്ഞാണ് ഞാനിരുന്നത്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ ഞാൻ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ശരിക്കും ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു പ്രിയയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവളോട് ശത്രുതയൊന്നുമില്ല, പക്ഷേ അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം അവൾ ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ പോയേ പറ്റൂ. കാരണം ഗോവിന്ദേട്ടന് അവൾ ഒരു ലോക്ക് ചെയ്താൽ അത് മുറിച്ച് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് എങ്ങനെയെങ്കിലും അവളുടെ
മനസ്സ് മാറ്റി അവളെ എൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും അമ്മയ്ക്കൊപ്പം പോവേണ്ടി വരും എന്നിങ്ങനെ രഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം വീണ്ടും കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ചങ്കരൻ തെങ്ങി തന്നെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദ് അയ്യപ്പനോട് പറയണം, അയ്യപ്പേട്ട എൻ്റെ മനസ്സിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, എനിക്കത് ഗീതുവിനോട് പറയണം, എനിക്കൊക്കെ തുറന്നു പറയണം എന്നിങ്ങനെ പറയണം. അപ്പോൾ അയ്യപ്പൻ പറയണം, ആ നീ നിന്ന് പറഞ്ഞോ, ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കട്ടെ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ അങ്ങോട്ട് ദൂരേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് എന്ത് ചെയ്യുന്നോ, ഗോവിന്ദ് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയ്യപ്പൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് എന്ത് പ്രേമം പറയാനാണ്? കുഞ്ഞൊരു കാര്യം ചെയ്യും, കുഞ്ഞ് വീട്ടിലോട്ടല്ലേ പോകുന്നത്, വീട്ടിൽ കുഞ്ഞിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, നേരിട്ട് അങ്ങ് ചെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഈ ഫോണൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, മനുഷ്യ എനിക്കേ പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോഴത്തെ കാലം, ഇപ്പോൾ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ന്യൂജൻ ലുക്ക് വേണം, അതുകൊണ്ട് തന്നെ ഹൈടെക് പരമായിട്ടാണ് ഞാൻ എൻ്റെ പ്രണയം പറയാൻ പോകുന്നതെന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് അയ്യപ്പനോട് പറയണം, ആ അയ്യപ്പേട്ടൻ വയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്, പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഗീതു അന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ഗീതു പറഞ്ഞല്ലോ, ആ കണ്ണേട്ടൻ്റെ ഫോണിൽ ഒത്തിരി നല്ല പ്രണയ ഗാനങ്ങളുണ്ട്, അത് എൻ്റെ ഫോണിലൂടെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം, പിന്നെ ഞാൻ FM റേഡിയോ വയ്ക്കുമ്പം പന്ന പാട്ടുകളാണ്, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഗീതു പറഞ്ഞ കാര്യമാണെങ്കിൽ ഓർക്കുകയാണ്. അത് ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് ഗോവിന്ദ് എന്ത് ചെയ്യുന്ന, ആ ഗീതു നിനക്ക് പാട്ടല്ലേ വേണ്ടത്, ഞാൻ നല്ല ഒന്നാം തരം പാട്ട് ഇതിനകത്തോട്ട് ഏറ്റിത്തരാം, എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എല്ലാം ഞാൻ നിന്നെ ഇപ്പം അറിയിക്കും, നീ നോക്കിക്കോ, ഒരു പാട്ടും വെക്കണം, ബാക്കി എൻ്റെ മനസ്സിലുള്ള പ്രണയമായിരിക്കണം അതിനകത്ത് വെക്കേണ്ടത് എന്നിങ്ങനെ ഗോവിന്ദ് മനസ്സിൽ വെക്കുകയാണ്. അങ്ങനെ അതേ സമയത്ത് ഗീതു ആണെങ്കിലുണ്ടല്ലോ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഗോവിന്ദേട്ടൻ്റെ മനസ്സിലേക്ക്, കണ്ണേട്ടൻ്റെ മനസ്സിലേക്ക് ശക്തമായിട്ട് ഇടിച്ചു കയറണം, അതിന് പറ്റിയ പണി ഇതാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീതു ആണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി ഒരു എന്താണ് പറയുന്നത്, മുറി നിറച്ച് ഒരു വയലറ്റ് മയം ആയിട്ടിരിക്കുകയാണ്. വയലറ്റ് കളർ സാരി, വയലറ്റ് കളറിലുള്ള എന്താണ് ലൈറ്റുകളും, അതുപോലെ തന്നെ കുറേ ഫ്ലവർ വൈസുകളും അതുപോലെ ടെഡി ബിയർ, ഇതെല്ലാം കൂടെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് മുറി. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഐ ലവ് യു കണ്ണേട്ട എന്ന് എഴുതിയ ഒരു കാർഡ് കൊണ്ടുവന്ന് വെക്കുകയാണ്, ആ ടെഡി ബിയറിൻ്റെ അടുത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഗീതു ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്, ഇത് മതിയോ, അത് ഇതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ, ഏയ് ഇത് സെറ്റാണോ, ഇത് മതിയോ, ഏയ് എന്തായാലും എൻ്റെ മനസ്സിലുള്ള പ്രണയത്തിൻ്റെ ഒരു 10% പോലും ഇല്ലല്ലോ ഇതിൽ, ഇതെങ്ങനെ ഇനി ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് കാണിക്കുക, 10% പോലും എൻ്റെ മനസ്സിലുള്ള പ്രണയത്തിൻ്റെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദാണെങ്കിലുണ്ടല്ലോ ഒരു പാട്ട് പെൻഡ്രൈവിലാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദിൻ്റെ മനസ്സിലുള്ള പ്രണയ സംഭവങ്ങളൊക്കെ നമ്മുടെ പെൻഡ്രൈവിലാക്കുന്നതിനെ പറ്റിയൊക്കെ ഗോവിന്ദ് ഇങ്ങനെ എന്ത് ഡയലോഗ് പറയണം, എങ്ങനെയായിരിക്കണം ഇതിൽ ഈ പെൻഡ്രൈവിലേക്ക് എന്തായിരിക്കണം ഓഡിയോ ആയിട്ട് ഇടേണ്ടത്, ഏത് രീതിയിലായിരിക്കണം ഗീതുവിനോട് സംസാരിച്ച് പ്രണയം ഒന്ന് അവതരിപ്പിക്കേണ്ടത് എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദിൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്, അന്ന് പറഞ്ഞ പാട്ടല്ലേ ഗീതു, അന്ന് നീ എന്നോടൊരു പാട്ട് ആവശ്യപ്പെട്ടു, പക്ഷേ നിനക്ക് ഞാൻ തരുന്നത് എൻ്റെ പാട്ടല്ല ഗീതു, എൻ്റെ ഹൃദയമാണ് പാട്ട് വഴി നിനക്ക് തരുന്നത് എന്നിങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതവും മനസ്സിലുള്ള പ്രണയമൊക്കെ ഇങ്ങനെ തുറന്നു പറയാനായിട്ട് രണ്ടെണ്ണവും കച്ചയും കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, നല്ലൊരു ഫാൻസി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നീട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിൽ കൂടി അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.